ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല വിളഞ്ഞ വാഴക്കുല നമ്മുടെ കൂട്ടുകാരൻ്റെ പറമ്പിലുണ്ടായിരുന്നു. അവിടെ നിന്ന് രണ്ടെണ്ണം അങ്ങ് വെച്ചു കേട്ടോ. ഇതുകൊണ്ട് ഉണ്ടാക്കണം ഇനി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ തോട്ടത്തിൽ നിന്ന് 2 ഏത്തക്കൊല ഇത് നമുക്കിന്ന് വറുത്ത് നല്ല വിളഞ്ഞതാണ് കേട്ടോ. വറുത്ത് നമുക്ക് കുറേ അച്ചമിച്ച് പോകുന്നതിന് മുന്നേ കുറച്ച് ഉപ്പേരിയും കുറച്ച് ശർക്കര വരട്ടിയും കൂടെ ഉണ്ടാക്കി വെക്കണം. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ടേ തേങ്ങ എല്ലാം ചിരണ്ടി വെച്ചിരിക്കുക. അപ്പോൾ കുറച്ച് ചിരട്ടയിൽ നിന്ന് വിട്ടുപോകുന്ന തേങ്ങ ഉണ്ടായിരുന്നേ, അതെല്ലാം കൂടെ അവിടെ പൊടിച്ചും വെച്ചു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യമായിട്ടേ ഇച്ചിരി ഉഴുന്നങ്ങിട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന്. അപ്പം കുറേ ദിവസം കൂടി ഉണ്ടാക്കുമല്ലേ ചമ്മന്തിപ്പൊടി? കുറേ ദിവസം കൂടി ഉണ്ടാക്കുക. അല്ലെ തേങ്ങ പകുതി മൂത്ത് കഴിയുമ്പോഴായിരുന്നു ഇതൊക്കെ ഇടുന്നത്. ഇനി ഞാൻ ഓർത്തുന്ന എണ്ണയ്ക്കകത്ത് വറുത്തേ അങ്ങോട്ട് അതിൻ്റെ കൂടെ ഇട്ടിടാവുന്ന കുരുമുളകും. ഇനി എന്നതാ അത്? ഇത് ഉഴുന്ന്, കുരുമുളക്, ഇനി മുറിച്ച് വെച്ച വറ്റൽമുളകുണ്ട്, ചുമന്നുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, 2-3 കഷ്ണം വെളുത്തുള്ളിയുണ്ട്, ഒരു കുടം വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വറുത്തിട്ട് ഇതിനകത്തോട്ട് തേങ്ങായും കൂടെ കുടങ്ങിടാം. ഓക്കെ. അതാകുമ്പോഴേ ഇതും കൂടെ എണ്ണയ്ക്കകത്ത് മൂത്തോട്ടെ. ഒത്തിരി എണ്ണ ഒഴിക്കത്തില്ല, തേങ്ങയ്ക്ക് എണ്ണ ഉള്ളതുകൊണ്ടേ ഇതൊന്നും മൂക്കാൻ മാത്രം. ഇട്ട് കഴിഞ്ഞായിരുന്നു ഇതെല്ലാം ഇടുന്നത്. അതെ, ഇന്ന് നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ ഇടുന്നതിന് മുമ്പ് എണ്ണയ്ക്കകത്ത് അങ്ങോട്ട് ഇതിന് മാത്രം എണ്ണ മതിയല്ലോ. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇനി നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുവാണോ? തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയില്ലേ ഇട്ട് കൊടുത്തല്ലേ? കരിയേപ്പിലയും കൂടെ കഴുകി വാരി വെച്ചിരിക്കുമായിരുന്നു, അങ്ങനെ ഇട്ട് കൊടുക്കാം. വെള്ളമയമുണ്ട്. ഇനി അതിട്ട് ഇളക്കി ഇളക്കി വറുത്തെടുത്തോ. ഇച്ചിരി പണിയാ. തേങ്ങ ഇതിനകത്ത് കൊള്ളുന്ന അത്രയുണ്ട്. തേങ്ങ മൂത്തു. ഇനി ആ മുളക് പൊടിയും കിട്ടും, മുടിച്ചിടാം. പത്തലമുളക് കുറച്ച് മുറിച്ചിട്ടതായിരുന്നേ, ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തേക്കാലേ. അതുകൊണ്ട് കരിയല്ല, ഇച്ചിരി കൂടെ വേണം. ഇനിയിപ്പോൾ ഈ മുളക് പൊടിയും കൂടെ ഈ നല്ല ചൂടിനകത്ത് കിടന്നേ തീ നിർത്തി ഞാൻ ഈ വറുത്ത തേങ്ങയുടെ ചൂട് കൊണ്ട് ആ മുളക് പൊടി മൂത്തോളും. പച്ചമ്മച്ചി ചമ്മന്തിപ്പൊടി എല്ലാം റെഡിയാക്കിയിട്ട് പുറത്തിരുന്ന് വാഴയ്ക്ക പൊളിക്കുക. നമുക്ക് പോയി നോക്കാം. അച്ചമ്മച്ചി ചമ്മന്തിപ്പൊടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വാഴയ്ക്ക പൊളിക്കുവാണോ? ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ 2 വാഴക്കലയായിട്ട് വന്നു. ശർക്കര വരട്ടിക്കാണോ ഉപ്പേരിക്കാണോ? ഇന്നിപ്പോ പൊളിക്കുന്ന ശർക്കര വരട്ടിക്ക. രണ്ടും കൂടെ ഉണ്ടാക്കാൻ സമയം കിട്ടുമോന്ന് അറിയത്തില്ല. നല്ല മഴക്കാർ കയറുന്നുണ്ട് കണ്ടോ? അതെ അതെ, നല്ല വാഴയ്ക്കല്ലേ? നല്ലപോലെ വിളഞ്ഞതാ. പക്ഷെ കായ്ക്ക് വലിയ ഉരുളിമയൊന്നുമില്ല, എന്നാലും നല്ല കൊലയാണ്, നല്ല കായ. നല്ല വിളഞ്ഞതാ, പഴുക്കാൻ തുടങ്ങി. ചില കായക്ക് ഇതുകൊണ്ടോ പഴുക്കാൻ തുടങ്ങി. ആ ഒരു പടല് പഴുക്കാൻ തുടങ്ങി, ഇതും പഴുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് ഇത് പൊളിച്ചത്. ഇനി ശർക്കര വരട്ടി ഉണ്ടാക്കാം. ആദ്യം ശർക്കര വരട്ടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പഴുത്തു പോയ തന്നെ നാളത്തേന്. പഴുത്തു പോയത് പുഴുങ്ങി തിന്നുവോ പുഴുങ്ങാതെ തിന്നുവോ ഒക്കെ ചെയ്യത്തില്ലേ? നമ്മൾ കാശ് കൊടുത്തല്ലേ മേടിക്കുന്നത്. പിന്നെ പച്ചക്ക അവിടെ ഇരുന്ന് പഴുക്കുമ്പോൾ തിന്നത്തില്ലേ? ചേട്ടാച്ചനാണെങ്കിൽ എന്നും വേണ്ടേ. അപ്പം നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള ഒരു ട്രിപ്പ് പോരാറായി. ഇനി ഒരു 3-4 ട്രിപ്പ് കൂടെ വറുക്കാനുണ്ട്. നമ്മളീ കായൊക്കെ വറുത്ത് വെച്ചതുള്ളൂ, ഇത് ഒന്നായിട്ട് ഇടത്തില്ല, ഇപ്പം 2ആയിട്ട് ഇടത്തുള്ളൂ. അതുകൊണ്ട് പകുതി ഞാൻ എടുത്തുകൊണ്ട് വന്നേ. പകുതിക്കകത്തോട്ട് ഇനി ശർക്കര ഉരുകാൻ വെച്ച് ഉരുകിയിട്ടുണ്ട്. നല്ലത് നോക്കട്ടെ, പനിയായോന്ന്. പനിയായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് എടുത്തോ ഇടാനുള്ളതൊക്കെ. നോക്കിയത് ഏലക്കാപ്പൊടി, ജീരകം, ചുക്കുപൊടി, അതെല്ലാം കൂടി പാനിക്കകത്ത്. ഈ ഒരു ശകലം കുറച്ചേക്കണേ. കുറയ്ക്കണോ? നമുക്ക് ഇതിട്ടങ്ങോട്ട് ഇളക്കാം. കുറഞ്ഞോ? കേട്ടോ? ഇല്ല, കേട്ടില്ല. നന്നായിട്ട് കിട്ടും. നോക്കിക്കോളാം. കുറേശ്ശെ കിട്ടും.
ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുത്തരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇത് തൂളി കൊടുക്കും. ഇനി കുറച്ചല്ലേ ഉള്ളു അടിയിൽ. പിടിച്ചോ. ശരിട്ടോ. കറുത്ത ശർക്കര ആയതുകൊണ്ട് കളറ് മറ്റേ വെള്ള ശർക്കരയാണ് വെളുത്തിരിക്കും മൊത്തം. ശർക്കര വരട്ടിയുടെ കളറ് ശർക്കരയുടെ അനുസരിച്ചിരിക്കും നിറം വരുന്നത്. ശരിക്കും ഉണ്ടല്ലോ, ഇത് 4 നാഴി അരി കുത്തരി വറുത്ത് പൊടിച്ചതാണ്. പൊടിച്ചു കഴിയുമ്പോൾ കണ്ടോ ഇച്ചിരിയേ ഉള്ളൂ. മതിയാക്കിയാൽ കുഴഞ്ഞിരിക്കുന്ന അല്ലേ? കുഴഞ്ഞായിരിക്കുന്നേ. ഒരെണ്ണം ഞാൻ ഇച്ചിരി കൂടെ ആകാം. അരിപ്പൊടിയും ചുക്കുപൊടി, ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ ശർക്കര വരട്ടി പരിപാടി കഴിഞ്ഞു കേട്ടോ. ശർക്കര വരട്ടി റെഡിയായി. ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ 1500 പേർക്ക്, 1500 അല്ല 12000 പേർക്കുള്ളതുണ്ട്. സദ്യക്ക് 2 ഒരു കഷ്ണം. ഒരു സംഭവം എത്ര ഉള്ളതിൽ ഒരു ദിവസത്തെ പണിയാണ്. അപ്പോഴേ നമ്മളെ ഏലക്ക എല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ നമ്മുടെ വിളവെടുത്ത ഏലക്ക ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏലക്ക നമ്മൾ സെയിലിനായിട്ടെല്ലാം റെഡിയായി വരുന്നു. ഇത് നമ്മുടെ പുതിയ 1/2 കിലോയുടെ പാക്കറ്റാണ്. 1/2 കിലോ 1/2 കിലോ 250 ഗ്രാം, 1 കിലോ നമുക്ക് അങ്ങനെ 250 ഗ്രാമിന് മണ്ടയിലോട്ട് നമുക്ക് അയക്കാം. അയക്കാം. അപ്പോഴേ പാക്കിംഗ് സെക്ഷൻ എല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കണ്ട കേട്ടോ. അതൊന്നും പറ്റിയല്ല. ഓർഡർ എല്ലാം വരുന്നത് പാക്ക് ചെയ്ത് അയച്ചോണം. ചമ്മന്തിപ്പൊടി, ഉപ്പേരി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം സ്റ്റോക്ക് ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി, ഉപ്പേരി, ശർക്കര വരട്ടി എല്ലാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് കയറി ഓർഡർ ചെയ്യാം അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.